2026 നവംബർ 13 ലോകാവസാനം സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ ഭീതിയും ചർച്ചകളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യഗ്രഹ ജീവികളുടെ ആക്രമണം, ഭീമാകാരമായ ഉൽക്കാപതനം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ കാരണം ഭൂമി തകരുമെന്നാണ് പലരും പ്രചരിപ്പിക്കുന്നത്. ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം അന്വേഷിച്ചു പോകുമ്പോൾ ചെന്നെത്തുന്നത് 1960-ൽ ശാസ്ത്രലോകം നടത്തിയ ഒരു ഗണിതശാസ്ത്ര പഠനത്തിലാണ്. സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളിൽ ജീവന്റെ തുടുപ്പ് നിലനിൽക്കുന്നുവെന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ഭൂമി. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപപ്പെട്ടതായാണ് കരുതുന്നത്. ഭൂമിയുടെ ഉത്ഭവം മുതൽ ഇന്ന് വരെ നിരവധി മാറ്റങ്ങൾക്കാണ് മനുഷ്യരാശി സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നും പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. അതിൽ പലരും ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒന്നായിരിക്കും ലോകാവസാനം. ഇതിനെ സംബന്ധിച്ച് പല പ്രവചനങ്ങളും ഇന്ന് ചുറ്റിക്കറങ്ങുന്നുമുണ്ട്. എന്നാൽ ഇതിലിപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നത് ഗണിതശാസ്ത്രജ്ഞരുടെ ചില പ്രവചനങ്ങളാണ്. 1960-ൽ സയൻസ് ജേണലിലാണ് ഈ ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചത്. ഇത് പ്രകാരം നവംബർ 13 വെള്ളിയാഴ്ച ലോകാവസാനത്തിലേക്ക് പോകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ ദിവസം ലോകത്തിലെ മനുഷ്യ ജനസംഖ്യ അനന്തതയിലേക്ക് കുതിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഓസ്ട്രിയൻ ഭൗതിക ശാസ്ത്രജ്ഞനും സൈബർനെറ്റിക്സ് വിദഗ്ധനുമായ ഹെയ്ൻസ് ഫോസ്റ്റർ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ പെട്രീഷ്യ എം, മോറ, ലോറൻസ് ഡബ്ല്യു അമിയോട്ട് എന്നിവരാണ് ഈ പ്രബന്ധം തയ്യാറാക്കിയത്. ഏകദേശം 2000 വർഷത്തെ രേഖപ്പെടുത്തിയ ജനസംഖ്യാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരുടെ പഠനം. ഡൂംഡേ ദ ഫ്രൈഡേ 13 നവംബർ AD 2026 എന്നായിരുന്നു ഈ പഠനത്തിന്റെ പേര്. 2000 വർഷത്തെ ജനസംഖ്യാ വളർച്ച വിശകലനം ചെയ്ത പരമ്പരാഗതമായ എക്സ്പോണൻഷ്യൽ വളർച്ചാ മാതൃകകൾക്കപ്പുറം മനുഷ്യ ജനസംഖ്യ വളരുന്നത് ഹൈപ്പർബോളിക് ഗതിയിലാണെന്ന് കണ്ടെത്തി. അതായത് ജനസംഖ്യ ഇരട്ടിയാകാൻ എടുക്കുന്ന കാലയളവ് ഓരോ നൂറ്റാണ്ടിലും കുറഞ്ഞു വരികയും വളർച്ചാ വേഗത ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഹെയ്ൻസ് ഫോസ്റ്റിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം മുൻകാലങ്ങളിൽ ജനസംഖ്യ ഇരട്ടിയാകാൻ നൂറ്റാണ്ടുകൾ ആവശ്യമായിരുന്നെങ്കിൽ 20-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഈ വിടവ് ഗണ്യമായി കുറഞ്ഞു. 1960-ൽ നിലനിന്നിരുന്ന വളർച്ചാ നിരക്ക് തുടരുകയാണെങ്കിൽ ഓരോ ഇരട്ടിപ്പിക്കലും തമ്മിലുള്ള സമയവ്യത്യാസം 0-ലേക്ക് അടുക്കുന്ന ഒരു നിർണായക അന്തിമ ബിന്ദു ഉണ്ടാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ആ നിമിഷത്തിൽ ജനസംഖ്യ അനന്തതയിലേക്ക് കുതിക്കും. തങ്ങളുടെ ഗണിതശാസ്ത്ര മാതൃകയുടെ കൃത്യത പരിശോധിച്ച ഫോസ്റ്ററും സംഘവും ആ നിമിഷത്തിന്റെ കൃത്യമായ തീയതി പറഞ്ഞത് നവംബർ 13, 2026 ആണ്. ഒരു അപ്പോക്കലിപ്റ്റിക് സംഭവത്തെ അല്ല ഗവേഷകർ കുറിക്കുന്നത്, മറിച്ച് വിഭവങ്ങളുടെ കുറവ്, പട്ടിണി, മനുഷ്യർ തിങ്ങി നിറയുന്നത് എന്നിവ അവസ്ഥയുണ്ടാകുമെന്നാണ് പറയുന്നത്. പ്രവചന ദിവസങ്ങൾ ഇനി വെറും 2 മാസം മാത്രം ശേഷിക്കെ ഈ പ്രവചനം തെറ്റാണെന്നാണ് ഗവേഷകർ പറയുന്നത്. പ്രകൃതിയും മാനവരാശിയും ഫോസ്റ്ററുടെ ഗണിത മാതൃകയ്ക്ക് തികച്ചും വിപരീതമായ ദിശയിലാണ് പോകുന്നത്. 1960 ഫോസ്റ്റർ പഠനം നടത്തുമ്പോൾ ലോക ജനസംഖ്യ ഏകദേശം 3 ബില്യൺ ആയിരുന്നു. 1963 ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്ക് അതിന്റെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ 2.2% എത്തിയെങ്കിലും അതിനുശേഷം ഈ നിരക്ക് താഴേക്കിറങ്ങി. അന്താരാഷ്ട്ര സെൻസസ് ഏജൻസികളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും കണക്കുകൾ പ്രകാരം 2026 ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്ക് 0.84%. ഇന്ന് ലോക ജനസംഖ്യ 8.2 ബില്യൺ കടന്നിട്ടുണ്ടെങ്കിലും ഫോസ്റ്റർ പ്രവചിച്ചതുപോലെ ജനസംഖ്യ അനന്തതയിലേക്ക് എത്തുന്ന സാഹചര്യമില്ലെന്നും മറ്റു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട നഗരവൽക്കരണം, സ്ത്രീ ശാക്തീകരണം, കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങളുടെ വ്യാപനം, ജീവിത ചെലവിലുള്ള വർധനവ് എന്നിവ ലോകത്ത് ജനന നിരക്ക് കുത്തനെ കുറയ്ക്കാൻ കാരണമായെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. നവംബർ 13 ലോകാവസാനം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കില്ല എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. 1960-കളിലെ ആ കണക്കുകൂട്ടലുകൾ ഇന്നത്തെ കാലത്ത് പ്രസക്തമല്ല. ലോകത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് പണ്ടത്തേക്കാൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. പല രാജ്യങ്ങളിലും ജനനനിരക്ക് കുറയുന്ന അവസ്ഥയാണുള്ളത്. അതിനാൽ ആ പഴയ ഗണിതശാസ്ത്ര സമവാക്യം ഇന്നത്തെ സാഹചര്യത്തിൽ പൂർണ്ണമായും തെറ്റാണ്. ഈ പഴയ ശാസ്ത്രലേഖനത്തിലെ ഡൂംഡേ എന്ന വാക്ക് തെറ്റായി വ്യാഖ്യാനിച്ചാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത്. നവംബർ 13 ഭൂമി തകരുകയോ മനുഷ്യവർഗം ഇല്ലാതാവുകയോ ചെയ്യില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.